ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഒരു 5 വർഷത്തെ ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ഏറ്റവും അധികം പോപ്പുലറായി ഉയർന്നു വന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, യുവജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ, സമൂഹ മാധ്യമത്തിലേക്കൊരു ട്രെൻഡ് അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്നത് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതേ വേഗതയിൽ ആ വലിയ പതനം നമ്മളിപ്പോൾ കാണുകയാണ്. എന്താണ് രാഹുലിന് സംഭവിച്ചത്? അതിൽ ഈ നേതൃത്വത്തിന്റെ പങ്കെന്താണ്? നിശ്ചയമായും നോക്കൂ, ഇത് വ്യക്തിപരമായി പറയുന്ന സമയത്ത് നമ്മൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുമ്പോഴും അദ്ദേഹം ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമുക്കൊക്കെ ഒരു ഹൃദയവേദനയുണ്ട്. കാരണം വളരെ പ്രോമിസിംഗ് ആയിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നല്ല രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നയാൾ, അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ബാക്കിങ്ങും പ്രൊമോഷനും എല്ലാം പാർട്ടിയിൽ നിന്ന് കിട്ടിയ ആളാണ്. അങ്ങനെ എല്ലാ ആൾക്കാർക്കും വളരെ പ്രോമിസിംഗ് ആയിട്ട് രാഷ്ട്രീയതരമായിട്ട് ആൾക്കാർ അദ്ദേഹത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫോർമിഡബിൾ എൻറ്റിറ്റി ആണ് എന്ന് സമ്മതിക്കുന്നു. ആ രീതിയിൽ വന്നിരിക്കുന്ന നിലുമ ശരിയായി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തനായി പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു യുവ നേതാവ് ഈ രീതിയിലുള്ള ആരോപണങ്ങളിൽ പെട്ട് നട്ടം തിരിയുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് വേദനയുണ്ട്. ഇപ്പൊ നോക്കുക, സംസ്ഥാന സർക്കാരാണെങ്കിലും പാലക്കാട് നഗരസഭയാണെങ്കിലും രണ്ടിന്റെയും ചാർജ് 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ഇവർ രണ്ടും അദ്ദേഹത്തിനെ ഔദ്യോഗിക പരിപാടികളിൽ നിന്നെല്ലാം തന്നെ ബഹിഷ്കരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നോട്ടീസ് കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കം അതിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതൊരു രാഷ്ട്രീയ വിഷയത്തിലല്ല, മറിച്ച് സ്ത്രീ വിഷയത്തിലാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ തന്നെയാണ്. ദീർഘകാലം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെച്ചില്ല എങ്കിൽ അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഇനി ആഭ്യന്തരമായിട്ട് നോക്കൂ, ഉള്ളിൽ തീരുമാനമെടുക്കാനായിട്ട് വൈകുന്തോറും കോൺഗ്രസിലെ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിനെതിരെ ഓരോ പ്രസ്താവനയുമായിട്ട് വരുമ്പോൾ രാഹുലിനോട് രാജി ആവശ്യപ്പെട്ട് രാഹുൽ ഇന്ന് രാജിവെച്ചാൽ കോൺഗ്രസിന് കിട്ടുന്ന മാനമല്ല 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ. കാരണം അത് ഒരു പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം ആ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ് എന്ന് വരും. അപ്പൊ പിന്നെ ധാർമ്മികത ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ഘട്ടത്തിലെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് പറയാം, നോക്കൂ ഇത് ധാർമ്മികതയാണ് എന്ന്. വൈകുന്തോറും അത് പബ്ലിക്കായിട്ടുണ്ടാകുന്ന അഭിപ്രായ രൂപീകരണത്തിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഒരു മൈലേജും കോൺഗ്രസിന് കിട്ടില്ല. ഇപ്പൊ നോക്കൂ, ശ്രീമതി ഉമാ തോമസ് പറഞ്ഞിരിക്കുന്നത് കേൾക്കും. വരുന്ന ആരോപണങ്ങളിൽ രാഹുൽ ഇതുവരെ മാനനഷ്ട കേസ് നൽകിയിട്ടില്ലാത്തത് കൊണ്ട് അതിന്റെ അർത്ഥം ഒരുപക്ഷെ അദ്ദേഹം ഇതൊക്കെ ചെയ്തു എന്നല്ലേ എന്ന് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപരമായി വലിയ ബന്ധമുള്ള, വലിയ സ്നേഹമുള്ളയാളാണ് കോൺഗ്രസ്സുകാരി അല്ലെങ്കിലും RMPയുടെ ശ്രീമതി KK രമ. രമചേച്ചി പറഞ്ഞ എന്താണ്? ആരോപണ വിധേയർ ഏത് പാർട്ടിയിലുള്ളവരായാലും അവർ ജനപ്രതിനിധിയായി തുടരരുത് എന്നാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ആത്യന്തികമായിട്ട് കോൺഗ്രസ് ഇതിൽ സ്വീകരിക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിനിധീകരിക്കാൻ ഈ രാഹുൽ യോഗ്യനല്ല, അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. അപ്പൊ പിന്നെ പാലക്കാട്ടെ ജനങ്ങൾക്കോ അവരെ പ്രതിനിധീകരിക്കാൻ രാഹുൽ യോഗ്യരാണ് എന്ന് അവർ കരുതണോ? അവരിൽ അദ്ദേഹത്തിന് തുടർന്നും വിശ്വാസമുണ്ട് എന്ന് പാർട്ടി കരുതണോ? അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളിനെ തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്ന ഒരു അധികാരം ഇവിടെ ജനങ്ങൾക്കില്ല. പകരം ആ തീരുമാനം എടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസിന് മാത്രം സാധിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് ഈ വിഷയത്തിലെ ധാർമ്മികത മറ്റുള്ള ആൾക്കാരെ ഞങ്ങൾ ഇതുവരെ ആക്ഷേപിച്ചിരുന്നപ്പോൾ അവരെടുത്തിരിക്കുന്ന അവരുടെ പാർട്ടിയുടെ ധാർമ്മികതയല്ല എന്ന് പറയാനുള്ള അവസരം ഇപ്പോഴാണ്. അത് ചെയ്യുന്നത് വൈകിപ്പിച്ചു കഴിഞ്ഞാൽ ആ ധാർമ്മികത പോലും ക്ലെയിം ചെയ്യാനായിട്ട് കോൺഗ്രസിന് കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്.